unparalleled contribution to humanity, the science of yoga. You can witness this wondrous and powerful video imaging show every day at 7. Om Mahadeva. Om Namah Shivaya. ഒരിക്കലെങ്കിലും ആദിയോഗിയെ ഒന്ന് കാണുക എല്ലാവരും. ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവന്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ടത്തിന്റെ അരികിലായി വെളിയാങ്കിരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് പ്രത്യേകത. 112.4 അടി ഉയരമുള്ള ഈ പ്രതിമ 24.99 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2017-24 മഹാശിവരാത്രി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദിയോഗി ശിവപ്രതിമ അനാവരണം ചെയ്തത്. പ്രതിമയുടെ 112 അടി ഉയരം എന്നത് യോഗികളുടെ സംസ്കാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മോക്ഷം നേടാനുള്ള 112 മാർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ശിവന്റെ കഴുത്തിലെ സർപ്പം പ്രകൃതി സൗഹൃദത്തിന്റെയും ജീവജാലങ്ങളോടുള്ള സഹവർത്തിത്വത്തിന്റെയും തെളിവാണെന്നാണ് വിശ്വാസം. കോയമ്പത്തൂർ ഇഷ യോഗ സെന്ററിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് അല്ലിയുടെ അഡ്മിഷനായിരുന്നു അമൃതയിൽ. വന്നു കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യണം. നാളെയാണ് അഡ്മിഷൻ ഡേറ്റ്, ഓറിയൻറ്റേഷനൊക്കെ. വൈകുന്നേരം കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇഷ യോഗ സെന്ററിലേക്ക് വന്നതാണ്. ലൈറ്റ് ഷോ ഉണ്ട് എന്ന് പറയുന്നുണ്ട്, എപ്പോഴും അറിയില്ല, ടൈം അറിയില്ല. ഞാൻ ലൈറ്റ് ഷോ കണ്ടിട്ടില്ല അവിടെ വന്നിട്ട്. ഇതിന് മുന്നേക്ക് വന്നപ്പോൾ ലൈറ്റ് ഷോ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടില്ല. എല്ലാവരും ഞങ്ങൾ 4 ആളുണ്ട്. ലൈറ്റ് ഷോ ഉണ്ടോ നോട്ടെ, തിരക്കില്ല. സദ്ഗുരു ഇല്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു. അത് കാരണം വലിയ തിരക്കൊന്നുമില്ല അവിടെ. നല്ല കാമായിട്ടുള്ള ചെറിയൊരു മഴക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അടിപൊളി, നല്ല പച്ചപ്പ്. കറക്റ്റ് സമയത്താണ് വന്നത്. ഇത് വെയിലില്ല, എല്ലാം മഴക്കാറ് കാരണം. കൂട്ടാൻ വലിയ കാര്യത്തിൽ ഷൂ ഒക്കെ ഇട്ട് വന്നിട്ട് അവിടെ ഊരിൻ്റെ വന്നു. വെള്ള ഷൂ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നു. നടക്കാണ് മഴ പെയ്യിട്ടോ മിക്കവാറും ആ ചെരുപ്പ് തവിട് പിടിക്കും. ഇതിന്റെ ബാക്കിൽ മറ്റേ പോയി കഴിഞ്ഞാൽ ഈ കാളവണ്ടിയിലൊക്കെ ഉള്ള ഇതൊക്കെ പോകാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം, അങ്ങോട്ട് നടക്കാം. മഴ ഇല്ലെങ്കിൽ അങ്ങോട്ട് നടക്കാം. ഇല്ലേ, ആദിയോഗിക ഫലം വയ്ക്കാം. കാളവണ്ടി പുതിയ മോഡൽ കാളവണ്ടിയാണ്. ടയർ വ്യത്യാസത്തെ ബൈക്കിന്റെ ഒക്കെ ടയറാണ്. പുതിയ തരത്തിലുള്ള കാളവണ്ടി അത്. ഉള്ളിൽ കൂടെ ബസ്സൊക്കെ പോകുന്നുണ്ടല്ലേ, ബസ്സൊക്കെ ഉണ്ട്. നല്ല പ്രശാന്ത സുന്ദരമായ പ്രദേശം ഉണ്ടാവും, പ്രകൃതി രമണീയം. മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലം. നേരെ പുറകില് ആദിയോഗി. നടക്കാം, ചുമ്മാ ഒന്ന് കറങ്ങട്ടെ. ലൈറ്റ് ഷോ ഉണ്ടെങ്കിൽ കാണാം. ലൈറ്റ് ഷോ ഉണ്ടോയെന്ന് അറിയില്ല. ഈ 7:15 ലൈറ്റ് ഷോ എന്ന് പറയുന്നത്. ഉണ്ടെങ്കിൽ കാണും, ഇല്ലെങ്കിൽ തിരിച്ചു പോകും, അത്ര തന്നെ. അടിപൊളി. നല്ല കാറ്റ്, നല്ല കാറ്റ്. ആഹാ, അത് രുദ്രാക്ഷ, രുദ്രാക്ഷ. ആദിയോഗിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഉണ്ട്.
അത് മുഴുവനായിട്ട് രുദ്രാക്ഷ, മുഴുവൻ രുദ്രാക്ഷ, വലിയൊരു മല. മുഴുവനായിട്ട് രുദ്രാക്ഷ. അത് ആളുകളൊക്കെ ഒരു മാറ്റാൻ തുടങ്ങി. മിക്കവാറും ലൈറ്റ് ഷോ ഉണ്ടാവും. ലൈറ്റ് ഷോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലിടാം കേട്ടോ. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. മുഴുവനായിട്ട് ലൈറ്റ് ഷോ കാണാൻ വരുന്ന ആൾക്കാരാണ്. വൈകുന്നേരം കണ്ടില്ലേ ഇരിക്കുന്നില്ല ആളുകൾ അടച്ച് ഗ്രൗണ്ടിൽ വന്നിരിക്കുക. ഒരു തുടങ്ങാറായി. എല്ലാവരും അവിടുന്ന് എല്ലാവരും മാറ്റി തുടങ്ങി. മഴയൊന്നും ഉള്ളുന്നുണ്ട്. മറ്റേ കുടല്ലേ, ഒരു കുടം കൂടി നിർത്തിക്കോ. കുട്ടനും മഴ കൊള്ളണം. മഴയൊന്നും കൊണ്ടാൽ ശരിയാവില്ല. Show here with the chair and everything. And it was like അത് മറ്റേ തേങ്ങയിലിടുവോ? തേങ്ങ Parallel contribution to humanity, the science of yoga. You can witness this wondrous and powerful video imaging show every day at 7 p.m. For a better experience, please remain seated in the seating area throughout the show. Kindly avoid standing during the show. Also, സൈഡിലിരുന്നപ്പോഴേ അവിടെ ആൾക്കാരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ആൾക്കാർ ഇരിക്കണില്ല. എല്ലാവരും നിൽക്കുക. അവർ ഓൾറെഡി അനൗൺസ് ചെയ്തു എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആളുകളുടെ സ്ഥിരം പരിപാടിയാണ് പറഞ്ഞത് കേൾക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഇതുപോലെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാകുമ്പോൾ എല്ലാവർക്കും ഇത് കാണാൻ പറ്റും കറക്റ്റ്. ആ സൈഡിലൊക്കെ കണ്ടില്ലേ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ. അവരോട് മുഴുവൻ പറഞ്ഞതായിരിക്കാൻ ഒരാളിരിക്കുന്നില്ല. ആൾക്കാരുടെ ഒരു പ്രത്യേകതര സ്വഭാവമാണ്, പറഞ്ഞ കേൾക്കില്ല. ഒരു സിവിക് സെൻസ് ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിനായിട്ട് ആൾക്കാർക്ക് നിന്നുകൂടെ. ഒരു കാര്യം പറയുമ്പോൾ അതുപോലെ ചെയ്തുകൂടെ ആൾക്കാർക്ക്. ഇത്ര ആൾക്കാരോട് ഇരിക്കുന്നുണ്ട്, കുറേ ആൾക്കാരവിടെ എനിച്ച് നിൽക്കും. എന്താ ചെയ്യും? When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. അങ്ങനെ ലൈറ്റ് ഷോ കണ്ടു. അടിപൊളി. ആദ്യ യോഗി ലൈറ്റ് ഷോ കുറേ കാലമായി കാണാൻ നേരിച്ചിട്ട് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. നന്നായിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പോയി. ഇപ്പം എന്തെങ്കിലും ഫുഡ് അടിക്കണം. ഇവിടെ കഴിക്കുന്നില്ല, പുറത്തുനിന്ന് കഴിക്കാൻ നേരിച്ചു. അവിടെ എത്തണ്ട കുട്ടാ. നോക്കി 8 മണി. ഐസ്ക്രീം കുട്ടന് ഐസ്ക്രീം വേണം. ഐസ്ക്രീം എടുത്തിട്ട് പോവാ. ഇടുവാ ഏതാ
ഏകദേശം പറയും. മതി, കപ്പ് മേടിച്ചാൽ മതി. കപ്പ് മതി. നോക്ക്, ചോക്ലേറ്റ് ഉണ്ടോ? ചോക്ലേറ്റ് നിനക്കേതാ? 3 ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് ഐസ്ക്രീംസ് ഉണ്ട്. കുറേ കൗണ്ടറുകളുണ്ട് കേട്ടോ. അതുപോലെ ഫുഡ് കൗണ്ടർ ഉണ്ട്, വേറെ സ്നാക്സ്, ഇഡ്ഡലി, ദോശ, സാൻഡ്വിച്ച്, ഒരുപാട് സാധനങ്ങളായിട്ടുള്ള ഓരോ കൗണ്ടറുകളായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങി തിന്നാം. അങ്ങനെ നല്ല സ്ഥലമാണ്. ഞാൻ വന്നിട്ടുണ്ട്, ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ ലൈറ്റ് ഷോ ഒന്നും ആദ്യമായിട്ടാണ് കണ്ടത്. നല്ലൊരു അനുഭവമായിരുന്നു. ഒരു തവണ വന്ന് കാണാനുള്ളത് എങ്ങനെയാലും ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ശംഭോ മഹാദേവ, ഓം നമഃ ശിവായ. ഒരിക്കലെങ്കിലും ആദിയോഗിയെ ഒന്ന് കാണുക എല്ലാവരും. അത്രയും പറഞ്ഞുകൊണ്ട് ബൈ ബൈ.